എവ്രിവൺ, അസ്സലാമു അലൈക്കും. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ഡോങ്കി മിൽക്ക് വെച്ചിട്ട് എങ്ങനെ ഒരു സോപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഇപ്പോൾ ഡോങ്കി മിൽക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നൊക്കെ ഡോങ്കി മിൽക്ക് സോപ്പ് ഉണ്ടെങ്കിലും ഇപ്പോഴാണ് നമ്മൾ ഈ ഒരു മാർക്കറ്റിലാണെങ്കിലും ഒക്കെ ഫുൾ ഡോങ്കി മിൽക്ക് സോപ്പ് ഇപ്പോൾ ഭയങ്കര വൈറലായി ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സോപ്പും കൂടെയാണ് കേട്ടോ ഡോങ്കി മിൽക്കിൻ്റേത്. അതേപോലെ തന്നെ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള മിൽക്കിൽ വെച്ചിട്ട് മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മിൽക്കും കൂടെയാണ് നമ്മുടെ ഡോങ്കി മിൽക്ക്. ലിറ്ററിന് 5000 to 10000 രൂപ വരെ വില വരുന്നുണ്ട് കേട്ടോ ഡോങ്കി മിൽക്കിന്. അപ്പോൾ ഇതാണ് കേട്ടോ ഡോങ്കി മിൽക്കിൻ്റെ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശരിക്കും ഒരു ക്രീം ടച്ചാണ്, ഒരു ഓഫ് വൈറ്റ് കളറാണ്. നമ്മുടെ ഗോട്ട് മിൽക്ക് എന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് കളറാണ്, പക്ഷേ ഇതൊരു ക്രീം ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു 1 kg ആയിട്ട് പാക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു 300 ഗ്രാമോളം ഞാൻ ബേസ് ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളൊന്നും ഞാൻ എടുക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇപ്പോൾ ഡോങ്കി മിൽക്കാണല്ലോ, അപ്പോൾ ഞാനും കരുതി അത് ആ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സോപ്പ് ഒന്ന് ഉണ്ടാക്കി കാണിക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഒരു 300 ഗ്രാമോളം സോപ്പ് ബേസ് ഞാനിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. വെയിങ് മെഷീനിൽ ഞാൻ വെയിറ്റ് നോക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു 303 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 300 ഗ്രാമാണ്, ജസ്റ്റ് ഒരു 3 ഗ്രാം കൂടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നിങ്ങളുടെ ആ ഒരു ഇതിനനുസരിച്ചിട്ട് 300 ഗ്രാം എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 300 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്രോവേവ് ഓവൻ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ്, ഞാൻ കൂടുതലും ചെയ്യുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. പെർഫ്യൂംസ് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ടൈപ്പ് ഓഫ് പെർഫ്യൂംസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കാണിച്ചത് തുളസിയും അതുപോലെ തന്നെ റോസുമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ലെക്സ്, പിന്നെ അലോവേറയാണ്. എല്ലാം പ്രീമിയം ക്വാളിറ്റി വരുന്ന ടൈപ്പ് പെർഫ്യൂംസ് ആണ് കേട്ടോ നമ്മളുടെ കയ്യിലുള്ളത്. ഫ്രാഗ്രൻസ് ഓയിലുകളാണ് ഇതെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ വരുന്നത് രാമച്ചമാണ് കേട്ടോ. രാമച്ചവും അതുപോലെ തന്നെ ചെമ്പകമാണ്. ഇതെല്ലാം അടിപൊളി സ്മെല്ലുകളാണ് കേട്ടോ. നമ്മളെ അടുത്തുനിന്ന് കുറേ കസ്റ്റമേഴ്സൊക്കെ വാങ്ങിച്ച് നല്ല ഫീഡ്ബാക്ക്, നല്ല റിവ്യൂ പറഞ്ഞിട്ടുള്ളതാണ് അവർ. വാങ്ങിച്ചവർ തന്നെ വീണ്ടും വീണ്ടും റീപർച്ചേസ് ചെയ്യുന്ന ഒരു ഐറ്റം കൂടെ ആണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഇത് ഓറഞ്ചിൻ്റെ ആണ് ഫ്രാഗ്രൻസ് ഓയിൽ. അതുപോലെ തന്നെ ടേമറിക്ക്. അങ്ങനെ നമ്മളടുത്ത് 30-ൽ കൂടുതലോളം ഫ്രാഗ്രൻസ് ഓയിലുകൾ വരുന്നുണ്ട് കേട്ടോ. ഞാനിതിൽ കുറച്ച് കാണിക്കുന്നുള്ളൂ. ഇത് ലിറിലാണ് കേട്ടോ, ലിറിൽ. അതുപോലെ തന്നെ ഇത് യലാങ് ആണ്. പിന്നെയും കുറേ ഫ്രാഗ്രൻസ് ഓയിലുകളുണ്ട്. ഇത് കോഫിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് എഴുതിയിട്ടുള്ള വെച്ചാൽ നമുക്ക് പിക്ക് ചെയ്യാൻ എളുപ്പത്തിനാണ് കേട്ടോ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മളൊരു ട്രേയിൽ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ വെക്കുകയും ചെയ്യാം. ഇത് പോൺസാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയിട്ട് നമ്മളിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ പിക്ചർ കാണില്ല, ജസ്റ്റ് അതിൻ്റെ മൂടി ക്യാപ്പ് മാത്രമേ കാണുള്ളൂ. ഇത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് കേട്ടോ നമ്മൾ സോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതൊരു 50 ഗ്രാമാണ്. നമ്മളടുത്ത് 50 ഗ്രാമും 100 ഗ്രാമും 200 ഗ്രാം എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് അതിൽ 50 ഗ്രാമിൻ്റെ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നെന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വെക്കുന്ന ട്രേയിൽ വെച്ചിട്ട് ഇരിക്കുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ എളുപ്പത്തിനാണ് നമ്മൾ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതിയിട്ടിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മുടെ പേർലി ഷാമ്പു ബേസ് ആണ് കേട്ടോ. പേർലി ഷാമ്പു ബേസ് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് വരുന്നത്. തനി വൈറ്റ് കളറുമാണ്. പോരാത്തത് കാണുമ്പോൾ ഭയങ്കര ഒരു ഗ്ലേസിങ് ഉള്ള ടൈപ്പാണ് കേട്ടോ വരുന്നത്. ഭയങ്കര പേർലി ഫിനിഷുള്ള ഒരു ഗ്ലേസിങ് ഉള്ള ടൈപ്പ് വരുന്ന ഷാമ്പു ബേസാണിത്. 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ടോ, നമ്മളിങ്ങനെ ട്രേയിലാക്കിയിട്ട് എല്ലാം കൂടിയിട്ട് ഫുള്ളിങ്ങനെ വെക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ മുകളിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പിക്ക് ചെയ്യാൻ എളുപ്പത്തിനാണ് കേട്ടോ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു ലെറ്റർ എഴുതിയിടുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊക്കെ ബേബി ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ. നമ്മുടെ ശരിക്കും ജോൺസൺസിൻ്റെ ആ ഒരു പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ആ ഒരു സോപ്പിൻ്റെ ഒക്കെ സ്മെല്ലുണ്ടല്ലോ, അതേപോലത്തെ അടിപൊളി സ്മെല്ലാണ് കേട്ടോ ബേബി ഫ്രാഗ്രൻസ് ഒക്കെ. പിന്നെ ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്, വിർജിൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. ഇതൊരു നാച്ചുറിഷ് ധാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെയാണ്. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ കേട്ടോ. നിങ്ങളുടെ അടുത്തുള്ള ഏത് ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ കോക്കനട്ട് ഓയിൽ, വിർജിൻ കോക്കനട്ട് ഓയിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേറെ ഏതെങ്കിലും ആൽമണ്ട് ഓയിലോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒരു വലിയ ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് ഫസ്റ്റ് ഞാൻ നമ്മുടെ വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിൽ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഗ്ലിസറിനാണ്.
ഇപ്പോൾ ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് കേട്ടോ, മോയ്സ്ചറൈസ് ചെയ്യാനും. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഗ്ലിസറിൻ ബേസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ എക്സ്ട്രാ വീണ്ടും നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്യണോ എന്നൊക്കെ. പക്ഷെ എന്തായാലും ആഡ് ചെയ്യണം. ഗ്ലിസറിൻ സോപ്പ് ബേസ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഗ്ലിസറിൻ ഉണ്ടോയെന്ന് നമുക്കൊരു എന്താ പറയുക, നമുക്ക് സംശയമാണ്. ശരിക്കും നമുക്ക് അത് പറയാൻ പറ്റില്ല, അവർ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ടോ അങ്ങനെയൊന്നും നമുക്ക് ഒരു ഉറപ്പുമില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താലും നല്ലതാണ് നമ്മുടെ സ്കിന്നിന് കേട്ടോ. അപ്പോൾ ഞാൻ അതും ഒരു ടേബിൾ സ്പൂണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒരു ടീസ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വന്നിട്ട് ഹണിയാണ് കേട്ടോ നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഹണിയും ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ ഫുള്ള് ഞാനിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും അതിലേക്ക് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ്, ഞാനിപ്പോൾ ഇതിൽ അലോവേറയും കുറേ പച്ചമരുന്നും അങ്ങനെ ഒന്നും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡോങ്കി മിൽക്കിൻ്റെ സോപ്പ് കാണുമ്പോൾ നമുക്ക് ആ ഒരു, ഞാനിതിലാണെങ്കിൽ എക്സ്ട്രാ കളേഴ്സ് ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, ആ ഒരു ഡോങ്കി മിൽക്കിൻ്റെ കളർ തന്നെയാണ് കേട്ടോ ഞാനിവിടെ വെച്ചിട്ടുണ്ടാക്കുന്നത്. കാരണം നമുക്ക് വേണമെങ്കിൽ പച്ചയും മഞ്ഞയും ചുവപ്പും അങ്ങനത്തെ ഏത് കളർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഒന്നും കൂടെ ഇഷ്ടമായിട്ട് തോന്നിയത് അതിൻ്റെ ആ ഒരു ഒറിജിനൽ കളറിൽ തന്നെ ചെയ്യാനായിട്ടാണ് കേട്ടോ. പിന്നെ ഫ്രാഗ്രൻസ് ഓയിൽ ഞാൻ എന്തായാലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ സ്മെല്ലും കാര്യങ്ങളൊന്നും എന്തായാലും ഉണ്ടാവില്ല. ഡോങ്കിയുടെ ഇതിന് അങ്ങനെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ സ്മെല്ല് നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്മെല്ലാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അലോ ഹൈഡ്രോസോളാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അലോവേരയുടെ കോൺസെൻട്രേറ്റഡ് ആണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള അലോവേര ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അതില്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിലേക്കൊക്കെ അലോവേരയുടെ ജെല്ല് ആഡ് ചെയ്യുന്നതായിട്ടും ഒന്നുകൊണ്ട് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി അലോവേരയുടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലിക്വിഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ റോസിൻ്റെ ഒക്കെ എന്താ പറയുക എക്സ്ട്രാക്റ്റൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനത്തെ ഒക്കെ ഒരു ഇതിലേക്ക് എടുക്കാൻ പറ്റും കേട്ടോ. റോസ് ഫ്ലേവറിലൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ കൂടുതലിങ്ങനെ പച്ചമരുന്ന് പോലെ മറ്റേ തുളസിയും അല്ലെങ്കിൽ, പിന്നെ ഞാനിവിടെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഡോങ്കി മിൽക്ക് ആയതുകൊണ്ട് ഇന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇതൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത് ഡോവിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ. എനിക്കെന്തോ ഒന്നുകൂടെ ഡോവിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് തോന്നിയത്. ആ ഒരു പ്രീമിയം, ആ ഡോവിൻ്റെ സ്മെല്ല് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാമെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതും കൂടി ഞാൻ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡോങ്കി മിൽക്കിൻ്റെ വില ഇത്ര അധികം കൂടാൻ എന്താ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇത് കിട്ടാൻ വളരെയധികം പാടാണ് അല്ലേ. ഇത് കിട്ടൽ എളുപ്പമല്ല. കാരണം നമ്മൾ നാട്ടിൽ തന്നെ കഴുതകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. പശുക്കളുള്ളത് പോലെ നമ്മളെ നാട്ടിൽ കഴുതകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാരണം അതാണ്, അവൈലബിലിറ്റി കുറവുള്ളത് കൊണ്ടും. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഹൈ എമൗണ്ട് ഓഫ് ന്യൂട്രീഷണൽ വാല്യൂ വളരെയധികം കൂടുതലുള്ള ഒരു മിൽക്കും കൂടെയാണ് കേട്ടോ നമ്മുടെ ഡോങ്കി മിൽക്ക്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം റേറ്റും കൂടുതലാണ്. പിന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ അറിയില്ല, പണ്ടത്തെ ഒരു രാജകുമാരീനെ അറിയുണ്ടാവും, ക്ലിയോപാട്ര എന്ന് പറയുന്നത്. പുള്ളിക്കാരി ഇത് യൂസ് ചെയ്തിട്ടാണ് കുളിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആളുടെ ആ ഒരു സൗന്ദര്യം ആൾക്ക് വീണ്ടെടുക്കാനും സൗന്ദര്യം നിലനിർത്താൻ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് ആൾ ഈ ഒരു ഡോങ്കി മിൽക്ക് വെച്ചിട്ടാണ് ആൾ കുളിച്ചേരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കേട്ടിട്ടുള്ളതാണ് കൂടുതലും ഡോങ്കി മിൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മിൽക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസ് എല്ലാം ഇവിടെ സെറ്റായിട്ട് ഞാനിത് അവിടെ മോൾഡിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അൺമോൾഡ് ചെയ്തേക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു റോസിൻ്റെ മോൾഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി റോസാപ്പൂക്കൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല ഫിനിഷിങ് കൊടുക്കാൻ തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഡോങ്കി മിൽക്കിൻ്റെ അത്ര റേറ്റ് ഒന്നുമില്ല. നമ്മുടെ ഡോങ്കി മിൽക്കിൻ്റെ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ബേസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ ഗ്ലിസറിൻ ബേസ് ഗോട്ട് മിൽക്ക് ബേസിനൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റേറ്റ് കൂടുതലുണ്ടെങ്കിൽ കൂടെ നമുക്ക് ഡോങ്കി മിൽക്കിൻ്റെ അത്ര റേറ്റ് ഒന്നും വരില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് ഡോങ്കി മിൽക്കിൽ കുളിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഡോങ്കി മിൽക്കിൻ്റെ സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കത് വെച്ചിട്ടൊക്കെ കുളിക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നല്ലതാണ്. അപ്പോൾ വലിയ ആളുകൾക്കാണെങ്കിലും ബേബീസിനാണെങ്കിലും വളരെ അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരു പേടിയും പേടിക്കണ്ട, നമുക്ക് എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതും കൂടിയാണ്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.